അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, എനിക്ക് നന്നാവാൻ സാധിക്കും എന്ന് പഠിപ്പിച്ചാണ് വിശുദ്ധ റമദാൻ നമ്മളിൽ നിന്ന് വിട പറഞ്ഞിട്ടുള്ളത്. ഹറാമുകൾ കാണുകയും കേൾക്കുകയും പ്രവർത്തിക്കുകയുമൊക്കെ ചെയ്തിരുന്ന പല ആളുകളും വിശുദ്ധ റമദാൻ സമാഗതമായപ്പോൾ ഹറാമുകളിൽ നിന്ന് അകന്നു നിൽക്കുകയുണ്ടായി. റമദാനിൻ്റെ പകലിൽ വിശപ്പ് പലതവണ ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിയിട്ടും നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജിലും അടുക്കളയിലും വിഭവസമൃദ്ധമായ ഭക്ഷണമുണ്ടായിട്ടും ഒരു ദിവസം പോലും റമദാനിൻ്റെ പകലുകളിൽ നാം ഭക്ഷണം കഴിച്ചില്ല. ഭക്ഷണം അനുവദനീയമാണ്, പക്ഷേ അള്ളാഹുവിൻ്റെ കൽപ്പന ഉണ്ടായതുകൊണ്ട് മാത്രം, റബ്ബ് പറഞ്ഞതുകൊണ്ട് അത് കേട്ടവരാണ് നമ്മൾ. ഹലാലായ ഒരു കാര്യം റബ്ബൊരു സമയപരിധി നിശ്ചയിച്ച് പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ഉപേക്ഷിച്ച ആളുകൾ അവരെങ്ങനെയാണ് റബ്ബ് നിഷിദ്ധമാക്കിയ കാര്യങ്ങളിലേക്ക് യാത്ര പോവുക? നോക്കൂ നിങ്ങൾ, ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത് നമുക്ക് മാറാൻ സാധിക്കും, നമുക്ക് നന്നാവാൻ കഴിയുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. തീർച്ചയായും ഒരു ജനത തങ്ങളുടെ സ്വന്തം അവസ്ഥകളിൽ മാറ്റം വരുത്തുന്നത് വരെ അള്ളാഹു അവരുടെ അവസ്ഥയിൽ മാറ്റം വരുത്തുകയില്ല. നമുക്ക് മാറാൻ കഴിയുമെന്ന് നമ്മൾ തെളിയിച്ചു. നമുക്ക് നന്മയിൽ ജീവിക്കാൻ സാധിക്കും, ഖുർആൻ ഓതാൻ സാധിക്കും, ജമാഅത്തിന് പള്ളിയിൽ പോകാൻ കഴിയും, സ്വതക്ക നൽകാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ കഴിഞ്ഞ ഒരു മാസക്കാലം കൊണ്ട് നമ്മളെല്ലാവരും നേടിയെടുത്തിട്ടുണ്ട്. ഒരു പരിവർത്തനം സംഭവിച്ച മാറ്റമാണ്, പരിവർത്തനം സംഭവിച്ചതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചൊരു ഹദീത്ത് ഈ സന്ദർഭത്തിൽ നമ്മൾ പഠിക്കണം. പ്രവാചക തിരുമേനിയിൽ നിന്ന് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇദാ തബായഅതും ബിൽ ഐന വ അഖത്തും അദ്നാബൽ ബഖരി വ റദീതും ബിസ്സറഇ വ തറക്തുമുൽ ജിഹാദ് സല്ലല്ലാഹു അലൈക്കും ദുല്ല ലാ യൻസിഉഹു ഹത്താ തർജിഉ ഇലാ ദീനിക്കും. എന്താ റസൂലുള്ളാഹി പറയുന്നത്? നിങ്ങൾ പരസ്പരം വഞ്ചിക്കുന്ന തരത്തിലുള്ള പലിശ ഇടപാട് വഴിയുള്ള കച്ചവടം നടത്തുകയും കന്നുകാലികളുടെ വാലുകളിൽ തൂങ്ങുകയും അഥവാ കൃഷിയിലും ഭൗതിക സമ്പാദ്യങ്ങളിലും മാത്രം മുഴുകി നിങ്ങൾ ജീവിക്കുകയും കൃഷിയിൽ മാത്രം സംതൃപ്തരാവുകയും ചെയ്താൽ, അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ധർമ്മസമരത്തിൽ നിന്ന്, ജിഹാദിൽ നിന്ന് നിങ്ങൾ പിന്തിരിയുകയും ചെയ്താൽ അള്ളാഹു നിങ്ങളുടെ മേൽ നിന്യതയിട്ട് തരുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ദുനിയാവിൻ്റെ പിറകെ നമ്മൾ ഓടിയാൽ, ദുനിയാവിലെ സുഖങ്ങളും സൗകര്യങ്ങളും മാത്രം മതി എന്ന ചിന്തയിൽ ജീവിച്ചാൽ അള്ളാഹു നമ്മുടെ മേൽ നിന്യതയിട്ട് തരുമെന്നാണ്. ആ നിന്യത എങ്ങനെയാണ് നീങ്ങുക? റസൂലുള്ളാഹി പറഞ്ഞത്, സല്ലല്ലാഹു അലൈക്കും ദുല്ല ലാ യൻസിഉഹു, അത് നീങ്ങുകയില്ല, ഹത്താ തർജിഉ ഇലാ ദീനിക്കും, നിങ്ങൾ നിങ്ങളുടെ ദീനിലേക്ക് മടങ്ങുന്നത് വരെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഇസ്സത്തുണ്ടായ, പ്രതാപമുണ്ടായ, വല്ലാത്തൊരു മനസ്സമാധാനം അനുഭവിച്ച മാസമാണ് വിശുദ്ധ റമദാൻ മാസം. കാരണം നമ്മൾ ദീനിലായിരുന്നു, ദീനിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിച്ചത്. അതുകൊണ്ട് തന്നെ സമാധാനത്തോടെ, സന്തോഷത്തോടെ നമുക്ക് ജീവിക്കാൻ സാധിച്ചു. ഈ സന്തോഷവും സമാധാനവും ഒക്കെ ഇനിയും നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കാൻ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ചെയ്ത റമദാനിൽ നമ്മൾ ചെയ്ത നന്മകൾ പതിവാക്കുക എന്നുള്ളതാണ്. റമദാനിൽ പുതുതായി ഒരു പ്രാർത്ഥനയും പുതുതായി ഒരു ഇബാദത്തും നമുക്ക് ചെയ്യാനില്ല. എല്ലാ കാലഘട്ടങ്ങളിലുമുള്ള, എല്ലാ സന്ദർഭങ്ങളിലും നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഇബാദത്തുകളാണ് റമദാനിലുള്ളത്. റമദാനിലെ രാത്രി നമസ്കാരമാകട്ടെ, ഖുർആൻ പാരായണമാകട്ടെ, അതേപോലെ തന്നെ സ്വതക്കയാകട്ടെ, ജമാഅത്ത് നമസ്കാരങ്ങളിൽ പങ്കെടുത്തതാകട്ടെ, ഏതാകട്ടെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ സന്ദർഭങ്ങളിലും ചെയ്യാൻ സാധിക്കുന്ന, ചെയ്യാൻ പറ്റുന്ന ഇബാദത്തുകളാണ് റമദാനിലും നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഇബാദത്തുകളിൽ, ആ ആരാധനകളിൽ അടിയുറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പണ്ഡിതന്മാർ പറയാറുണ്ട്, കുൻ റബ്ബാനിയൻ, നീ റബ്ബാനിയാകണം, അഥവാ അള്ളാഹുവിൻ്റെ ദാസനാകണം. വല തകുൻ റമദാനിയ, റമദാനിൻ്റെ അടിമയാകരുത്, റമദാനിൻ്റെ ദാസന്മാരാകരുത് എന്ന് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച മാറ്റങ്ങൾ നിലനിർത്താൻ
ഓരോരുത്തരും കഠിനമായി പരിശ്രമിക്കുക. അള്ളാഹു നമ്മളോട് പറഞ്ഞത് അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കേണ്ട പ്രകാരം നിങ്ങൾ സൂക്ഷിക്കണം. വല തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായി കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ ലക്ഷ്യം. വിശ്വാസിയായിക്കൊണ്ട് മരിക്കണം. വിശ്വാസിയായിക്കൊണ്ട് ജീവിക്കുമ്പോഴാണ് വിശ്വാസിയായി നമുക്ക് മരിക്കാൻ സാധിക്കുക. നമ്മുടെ വിശ്വാസവും സൽക്കർമ്മങ്ങളും വർദ്ധിപ്പിച്ച് നന്മയിൽ മുന്നോട്ട് പോവുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.